നമസ്കാരം. ഞാൻ PRS ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കുറച്ച് അനിഷ്ടം കാലങ്ങൾ വരികയാണ്. ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലം ആയിരുന്നു. ധനക്കമ്മി ഉണ്ടാവുന്ന ഒരവസ്ഥയും, സ്ത്രീകൾക്കാണെങ്കിൽ നല്ല തലവേദന അനുഭവപ്പെടുന്ന ഒരു സമയവുമുണ്ട്. സാമ്പത്തികമായി തന്നെ വളരെ കഷ്ടത അനുഭവിക്കുകയാണ് ഇപ്പോൾ ഒരുവിധം ആളുകളെല്ലാം. അതിപ്പം നല്ല ജോലിയുള്ള ആളുകളായാലും അവർക്കും മറ്റെന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ബിസിനസ്സിലായാലും ഇനിയിപ്പോൾ സർക്കാർ ജോലിയുള്ള ആളുകളായാലും അവർക്ക് പലതരത്തിലുള്ള ദേഹസംബന്ധമായിരിക്കുന്ന അസ്വസ്ഥതയും, ഉദരസംബന്ധമായിരിക്കുന്ന അസ്വസ്ഥത, ഉദരത്തിൽ വേദന, ഉദരസംബന്ധമായി പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഭവിക്കുന്നുണ്ട്. എന്നാൽ ചിങ്ങം 16 വരെ തിരുവോണം നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാത്രകളിൽ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസ്ഥിക്ഷയം എന്നൊക്കെ കാണുന്നുണ്ട്. അസ്ഥിക്ഷയം ഉണ്ടാവുക, അസ്ഥി പൊട്ടുക എന്നുള്ള ഒരു അവസ്ഥയും വരുന്നുണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പണം കൊടുക്കുക, പണം വാങ്ങുക എന്നതൊക്കെ ഒഴിവാക്കി നിർത്തേണ്ടതുണ്ട്. യാത്രകൾ ക്ലേശകരമായ ഒരവസ്ഥയിലേക്ക് മാറുന്നതും, കൂട്ടുകെട്ടുകൾ കൂട്ടുകെട്ടുകൾ തല്ലിപ്പിരിയുക അങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥകൾ വന്നു ഭവിക്കും. ചിങ്ങം 16 ശേഷം നല്ല സമയം, നല്ല ഇരിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ഭവിക്കും. നമ്മുടെ കർമ്മമാണ് നമ്മൾക്ക് ഏറ്റവും വലിയ പ്രധാനം. നമ്മൾ എന്താണോ കർമ്മം ചെയ്യുന്നത്, എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, ആ പ്രവൃത്തി ഫലം ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ധനം വരും അല്ലെങ്കിൽ സമ്പത്ത് വരുമെന്ന് കരുതി ഗൃഹത്തിലിരുന്നാൽ യാതൊരുവിധ സമ്പത്തും വരില്ല. ആ ഇരുത്തം മാത്രമേ ഉണ്ടാവൂ. അപ്പം നമ്മളുടെ പ്രവൃത്തി വളരെ ഭംഗിയാക്കി ചെയ്യുന്നതിലാണ് നമ്മൾക്ക് സന്തോഷവും സമൃദ്ധിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പ്രവൃത്തി എന്താണോ, ഇപ്പം എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിൽ, ഏത് ജോലിയിൽ ഏർപ്പെട്ട ആളുകളായാലും, പലതരത്തിലുള്ള തൊഴിലെടുത്തിട്ടും പല കാര്യങ്ങളിലും സാമ്പത്തിക നഷ്ടങ്ങൾ വന്നിട്ടുള്ള ആളുകളായാലും ഈ ചിങ്ങം 16 ശേഷം നല്ലൊരു പ്രവൃത്തി കണ്ടെത്തി പ്രവൃത്തിക്ക് തയ്യാറായി കൊണ്ടിരിക്കുക. ആ പ്രവൃത്തിയിലൂടെ നല്ല വരുമാനം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണം കടം വാങ്ങിയിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ വാങ്ങിയാൽ തന്നെ നമുക്ക് അടയ്ക്കാൻ സാധിക്കില്ല. എന്നാലും നമ്മളൊരു പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ആ കടം തീർക്കാനുള്ള വഴിയും ഉണ്ടാകണം. നമ്മൾക്ക് പണം വരുമ്പോൾ അത് മറന്നു പോകരുത് എന്നുള്ളതോടെയാണ്. എല്ലാ തരത്തിലും മാനസികമായും സാമ്പത്തികമായും എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ദാമ്പത്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇതിൽ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ സർവ ദോഷങ്ങളും വന്നു ഭവിക്കുന്ന ഒരു കാലവും കൂടിയായതുകൊണ്ട് ഈ തിരുവോണ നക്ഷത്രക്കാർ, വിഷ്ണു ആണ് ദേവത. അപ്പം വിഷ്ണുവിനൊരു വെള്ള നൈവേദ്യം നിവർത്തിക്കുന്നത് നല്ലതായിരിക്കും. ഒരു വിളക്കും മാല നല്ലതായിരിക്കും ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് സൂര്യോദയത്തിന് മുമ്പേ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. സൂര്യോദയത്തിന് മുമ്പേ എഴുന്നേൽക്കുകയും ഒരു 5 മണിക്ക് എഴുന്നേൽക്കുന്നത് വളരെ ഉത്തമമാണ്. 5 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ എല്ലാ നിത്യകർമ്മങ്ങളും കഴിഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കുന്ന ഏറ്റവും ഉചിതമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും ഒരു മുട്ടുമില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. നമ്മൾക്ക് അനിഷ്ടങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്യും.
അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പോലെ വാഹനം ഓടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഒരു 5 ചെറുനാരങ്ങ കൊടുത്ത് പൂജിച്ച് വാങ്ങിയിട്ട് വാഹനത്തിൽ വയ്ക്കുക. ആ ചെറുനാരങ്ങ കേടുവരുന്ന സമയത്ത് വീണ്ടും മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ വീണ്ടും പൂജിച്ച് വയ്ക്കുകയോ ചെയ്യാം. വളരെ മനോഹരമായി, വളരെ സന്തോഷകരമായി, ഒരു ക്ലേശങ്ങളില്ലാതെ സമ്പൽ സമൃദ്ധിയോടുകൂടി വസിക്കാനുള്ള രാജയോഗമുണ്ട്. രാജാവിനെ പോലെ ഭവിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ചില ചിന്തകളും ചില മനസ്സിലുള്ള കണക്കുകൂട്ടലും ആണ് നമ്മൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെ സമ്പാദിക്കുന്ന പണം അത് നമ്മളിൽ തന്നെ കുമിഞ്ഞു കൂടുകയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടാതെ നല്ല പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ഭാഗ്യപരീക്ഷണത്തിലൊന്നും നിൽക്കാതെ മുമ്പോട്ട് പോവുക. അപ്പോൾ ചിങ്ങം 16 വരെ വളരെ ശ്രദ്ധിക്കുക. തലവേദന സ്ഥിരമായിട്ടുള്ള ആളുകൾ, മുടി കൊഴിച്ചിലുള്ള ആളുകൾ, ഇവരൊക്കെ നല്ല ശുദ്ധമായ എണ്ണ വാങ്ങിയിട്ട്, ശുദ്ധമായ എള്ള ആട്ടിയ എണ്ണ വാങ്ങിയിട്ട് അതിൽ കറിവേപ്പിലയും നീലമരിയും മുക്കുറ്റിയും രാമതുളസിയും ഇടംപിരി വലംപിരി എന്നിവയും ചേർത്ത് 1 ലിറ്റർ എണ്ണയിൽ ഇതെല്ലാം ഓരോന്നായി ചേർത്ത് അതൊരു 1/2 ലിറ്റർ ആക്കിയിട്ട് കുറുക്കിയെടുത്ത് തലയിൽ തേച്ചാൽ ഈ തലവേദനയൊക്കെ മാറുകയും മുടി കൊഴിച്ചിലൊക്കെ മാറുകയും തലയിലെ താരനൊക്കെ പോവുകയും ചെയ്യും. അപ്പം ഞാൻ സൂചിപ്പിച്ചപ്പോൾ അതിൽ എല്ലാവർക്കും ശിരസിന് വളരെ വേദനയും മുടി കൊഴിച്ചിലും ഒക്കെ വരുന്നുണ്ട്. ചില നാഡികളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഞരമ്പ് സംബന്ധമായ ചില വേദനകളും മുട്ട് സംബന്ധമായ വേദനകളൊക്കെ ഈ തിരുവോണ നക്ഷത്രക്കാരെ ഏറി വരുന്നുണ്ട്. കൂടുതലായിട്ട് ഹൃദയ സംബന്ധമായിരിക്കുന്ന ചില വേദനകൾ അനുഭവപ്പെടുന്നവരുമാണ്. അപ്പം നമ്മൾ ഈ ഒരു ദിനചര്യയിലൊക്കെ മാറ്റം വരുത്തി ഭക്ഷണങ്ങളിലൊക്കെ ഒരു ക്രമീകരണങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. വാരി വലിച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ മാറ്റി നിർത്തി നല്ല കാൽസ്യം അടങ്ങുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച്, മദ്യപിക്കുന്ന ആളുകൾ മദ്യപാനം വളരെ കുറയ്ക്കുക. പുകവലിക്കുന്ന ആളുകൾ ആ പുകവലി നിർത്തേണ്ടതുണ്ട്. വലിയ വലിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് പുകവലിക്കാർക്ക്. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നു ഭവിക്കും എന്നുള്ളതാണ് പുകവലിയുടെ ഏറ്റവും വലിയ ദൂഷ്യം. അപ്പോൾ ഈ നക്ഷത്രക്കാർ പുകവലിക്കുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി അത് നിർത്താനുള്ള വഴി ഉണ്ടാക്കണം. നമ്മുടെ ഒരു ഭാഗ്യം പുകഞ്ഞു തീരുക എന്നുള്ളത് ആണ് അതിൻ്റെ ഒരു സത്യം. നമ്മൾ അറിയുന്നില്ല എന്നുള്ളത്. ചുമ നിൽക്കാതെ വരുന്ന ആളുകളാണെങ്കിൽ, നല്ല ചുമയുണ്ട്, ചുമ നിൽക്കുന്നില്ലെങ്കിൽ വൈദ്യനെ തേടുകയും അതിൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടതുമാണ്. ഉദരസംബന്ധമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന ആളുകൾ, ഉദരസംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ, വയർ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ,
അപ്പോൾ ആദ്യമായിട്ട് അവർ ചെയ്യേണ്ടത് വേറെ ഒന്ന് റീഫ്രഷ് ചെയ്യാന്ന് വെച്ചാൽ വേറൊന്ന് ക്ലിയർ ആക്കുക. അപ്പം ബാലശുദ്ധിയോ അല്ലെങ്കിൽ മറ്റു ഗുളികകളോ വാങ്ങി ഇറക്കുന്ന ശുദ്ധീകരിച്ച് നല്ല തൈരും മോരും നല്ല പച്ചക്കറികളും ഒക്കെ കഴിച്ച് വൈദ്യശാലയിൽ കിട്ടും ചിരുവില്യാതി കഷായം. ഇത് വാങ്ങിയിട്ട് ഒരു 100 ml വാങ്ങിയിട്ട് കിടക്കാൻ നേരം അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിലോ കഴിക്കേണ്ടതാണ്. 60 മില്ലി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 15 ml കഷായം ചേർത്ത് കഴിക്കുന്നതാണ് ഉത്തമം. വയറ് സംബന്ധമായി വയറ്റിൽ കാളിച്ച, വയറ് സ്തംഭനം എന്നിവ ഒക്കെ അനുഭവപ്പെടുന്ന ആളുകൾ ഈ ഒരു കാര്യം വളരെ ചെയ്താൽ ഭംഗിയാവും. എരിവ് ചേർത്തതും വറ്റൽമുളക് ചേർത്തതൊന്നും കഴിക്കാതിരിക്കുക. മാംസാഹാരം കുറേ കഴിയുന്ന ഒഴിവാക്കി സസ്യാഹാരം കഴിക്കുക. കുറച്ചു കാലം കഴിഞ്ഞാൽ അതെല്ലാം മാറി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഈ ഒരു ആളുകൾ ഉടനടി ചെയ്യേണ്ടത്, നമ്മൾക്ക് സർവ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരു യന്ത്രം ധരിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു രക്ഷയുണ്ടാവുക എന്നുള്ളതാണ്. ത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുന്നത് വളരെ അത്യുത്തമമാണ്. അപ്പോൾ ഈ ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ, ത്രിപുരസുന്ദരി യന്ത്രം അത് അതിൻ്റെ കൃത്യനിഷ്ഠയോടുകൂടി എഴുതി ധരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു 41 ദിവസം വേണം ത്രിപുരസുന്ദരി യന്ത്രം തയ്യാറാകാൻ, അതിൻ്റെ പൂജകൾ തയ്യാറാവാൻ. അപ്പോൾ അതിനുശേഷമാണ് ധരിക്കേണ്ടത്. സ്വർണത്തിൻ്റെ കൂടിലോ അല്ലെങ്കിൽ വെള്ളിയുടെ കൂടിലോ ധരിക്കാവുന്നതാണ്. നമ്മളുടെ എല്ലാവിധ ദുരിതങ്ങളും മാറുകയും നമ്മൾ വിചാരിച്ചായിരിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് ഭംഗിയാകുകയും ചെയ്യും. എന്തും അതിൻ്റെ ആധികാരികമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വളരെ കാര്യങ്ങൾ ഭംഗിയാവും. നമ്മൾ ഒരുപാട് പൂജകൾ ചെയ്തു, നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്തു. നമ്മളോട് ജ്യോതിഷൻ പറയും നിങ്ങൾക്ക് അതാണ് ദോഷം അല്ലെങ്കിൽ ഇതാണ് ദോഷം. അപ്പോൾ നമ്മൾ ആ ദോഷത്തിന് വേണ്ടി ദേവീക്ഷേത്രത്തിലായാൽ ദേവീക്ഷേത്രം, ശിവക്ഷേത്രത്തിലായാൽ ശിവക്ഷേത്രത്തിൽ എല്ലാം പോയി നമ്മൾ ഒരുപാട് വഴിപാടുകൾ കഴിച്ച് അതിൻ്റെ പ്രസാദങ്ങളൊക്കെ കഴിക്കുന്നു. പക്ഷെ നമ്മൾക്കൊരു ഗുണവും കാണുന്നില്ല. നമ്മൾക്ക് വേണ്ടി ആണ് വഴിപാടുകൾ ചെയ്യേണ്ടത്. നമ്മുടെ ദോഷങ്ങൾ നിൽക്കുമ്പോൾ വഴിപാടുകൾ അമ്പലത്തിൽ ചെയ്തിട്ട് എന്താ കാര്യം? നമ്മുടെ നക്ഷത്രങ്ങൾ അവിടെ പ്രതിപാദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പേര് പ്രതിപാദിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല.